രാഹുൽ മാങ്കൂട്ടം എം.എൽ.എ പാലക്കാടിൻ്റെ മണ്ണിനെയും മനസ്സിനെയും കീഴടക്കിയത് ആർക്കും തകർക്കാൻ കഴിയാത്ത പോലെയാണ്. അതോടെ CJP തന്നെ പരാജയം സമ്മതിച്ചു, അവർ പിരിഞ്ഞു പോകുകയാണ്. അതായത് വെടിയുണ്ടകളെ വിരിമാറിൽ പൂമാല പോലെ സ്വീകരിക്കുന്നവരാണ് ഞങ്ങളെന്ന് പറയുന്ന DYFI പോലെയുള്ള സംഘടനകൾ ഇന്നലെ പാലക്കാട്ട് കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ കണ്ട് ചിരിച്ചവരാണ് മലയാളികൾ. കൂത്തുപറമ്പിൽ നമുക്കറിയാം MV രാഘവനെ തടഞ്ഞ് 6 പേരുടെ ജീവൻ നൽകിയൊരു പാർട്ടി ഒരു രാഹുൽ മാങ്കൂട്ടത്തിലിനെ തടയുമ്പോഴേക്കും ക്ഷീണിച്ചു പോയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് കണ്ടാൽ ആരും തന്നെ ചിരിച്ചു പോകും. അവരെക്കാളും കഷ്ടമായിരുന്നു BJPയുടെ കാര്യം. CJP എന്ന BJPയും CPMും ചേർന്ന ഒരു സംഘടന പ്രതിഷേധിക്കുമ്പോൾ ആദ്യമൊക്കെ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? മാങ്കൂട്ടം MLA അടൂരിലുള്ള വീട്ടിൽ നിന്നിറങ്ങിയാൽ തടയും എന്ന് പറഞ്ഞവർ അത് പിന്നീട് പാലക്കാട്ടേക്ക് എത്തിയാൽ തടയുമെന്നാക്കി ചുരുക്കി. പാലക്കാട്ടേക്ക് വന്നു, നാടും നഗരവും ചുറ്റാൻ MLA തുടങ്ങിയപ്പോൾ അത് MLAയുടെ ഇഷ്ടമല്ലേ, ഓഫീസിൽ കയറാൻ സമ്മതിക്കില്ല എന്നായി ഇവർ. എന്നാൽ അതിലും പരാജയപ്പെട്ടു. അതും കഴിഞ്ഞപ്പോൾ ഔദ്യോഗിക പരിപാടിയിൽ വന്നാൽ മൂക്കിൽ വലിച്ചു കളയുമെന്നും ഇവർ പറഞ്ഞു പരത്തി. എന്നാൽ ഔദ്യോഗിക പരിപാടി 1 അല്ല 3 എണ്ണമാണ് കഴിഞ്ഞത്. ആദ്യത്തെ 2 എണ്ണത്തിൽ അങ്ങോട്ടവർ നോക്കിയതേയില്ല. ആരും അറിയാതെ തലയിൽ മുണ്ടിട്ടാണ് MLA എത്തുന്നതും പരിപാടിയിൽ പങ്കെടുക്കുന്നതും എന്ന് പറഞ്ഞ് സ്വയം സമാധാനിച്ചു. എന്നാൽ മൂന്നാമത്തേത് രാഹുൽ മാങ്കൂട്ടം തീയതിയും മുഹൂർത്തവും അറിയിച്ച് ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടാണ് പിരായിരി പഞ്ചായത്തിൽ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടത്തിയത്. ഒറ്റയ്ക്ക് പ്രതിഷേധിക്കാൻ കഴിയാത്ത BJP DYFIയെയും കൂട്ടി. പക്ഷേ അവരെയൊന്നും കണ്ട ഭാവമേ നടിച്ചില്ല MLA. പുഞ്ചിരിച്ചുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി സമീപത്തുള്ള വീടുകളിലുമെല്ലാം കയറി എല്ലാവരോടും കുശലാന്വേഷണം നടത്തിയാണ് പ്രതിഷേധക്കാരുടെ ഇടയിലൂടെ അദ്ദേഹം നെഞ്ചും വിരിച്ച് മുന്നോട്ട് പോയത്. മാത്രമല്ല, തന്നെ ആരും പിടിക്കേണ്ടെന്നും എൻ്റെ മണ്ഡലത്തിൽ ഏത് പ്രതിസന്ധികളിലും ഞാൻ നടക്കുമെന്നറിയിച്ചതോടെ ഓരോ CJPക്കാരനും അവിടെ നിന്ന് സ്ഥലം വിട്ടു. അവരാരെയും അവിടെ നിന്നും ഇപ്പോഴും കാണാനില്ല എന്നാണ് അറിയുന്നത്. അവർ പണി മതിയാക്കിയ ഒരവസ്ഥയിലാണ്. രാഹുൽ മാങ്കൂട്ടത്തെ തോൽപ്പിക്കാം എന്ന പണി അവർ മതിയാക്കി പരസ്പരം നോക്കി കണ്ണീരൊഴുക്കി. BJPയും CPMും തൽക്കാലത്തേക്ക് വീട്ടിലേക്ക് പോയി. നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ഒക്കെ വരാനിരിക്കെ ഇത്രയും വലിയൊരു നാണംകെട്ട പിന്മാറ്റം 2 പാർട്ടികൾക്കും വലിയ തിരിച്ചടി തന്നെയാണ്. പ്രതിഷേധം പോലും നടത്താൻ കഴിയാതെ പിന്മാറിയ പാർട്ടികൾ ഇനി പാലക്കാട്ട് എടുക്കാച്ചരക്കായി മാറി എന്നുള്ളതാണ് സത്യം.